നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധവുമായി KPMS തൃശൂർ യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ റാലി നടത്തി. ചൊവ്വൂർ പത്തനാപുരം ക്ഷേത്രത്തിൽ സാംസ്കാരിക സമ്മേളനവും വിഷു കിറ്റ് വിതരണവും നടത്തി. വാർഷികത്തിന്റെ ഭാഗമായുള്ളതാണ് വിഷു കിറ്റ് വിതരണവും സാംസ്കാരിക സമ്മേളനവും. ആറാട്ടുപുഴയിൽ നിയന്ത്രണം വിട്ട ഓട്ടോ തലകീഴായി മറിഞ്ഞ് അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരിക്കും പരിക്ക്. വാർത്തകൾ വിശദമായി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധവുമായി KPMS തൃശൂർ യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ റാലി നടത്തി. ജാതി വിവേചനത്തിന് ഇരയാണ് നിതിൻ രാജ് എന്ന് KPMS ആരോപിച്ചു. വിദ്യാർത്ഥിയുടെ മരണത്തിൽ കുറ്റക്കാരായ അധ്യാപകരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് നീതി നടപ്പിലാക്കണമെന്ന് പ്രതിഷേധ റാലിയിലൂടെ KPMS തൃശൂർ യൂണിയൻ ആവശ്യപ്പെട്ടു. KPMS സംസ്ഥാന കമ്മിറ്റി അംഗം KS വിമൽ പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്തു. നമ്പർ 1 കേരളം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആഘോഷങ്ങൾ നടത്തുമ്പോൾ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളിലുള്ളവർക്ക് ഇന്നും അവഗണനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനു മുന്നിൽ സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥി മരണപ്പെട്ടു. അതിനുശേഷവും സർക്കാരിൻ്റെ നടപടികൾ നല്ല രീതിയിലല്ല നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ട് വിദ്യാർത്ഥികളാണ് റാഗ് ചെയ്തതെങ്കിൽ ഇപ്പോൾ അധ്യാപകർ റാഗ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ഭരണ സംവിധാനം, വിദ്യാഭ്യാസ സംവിധാനം താറുമാറായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നിതിൻ രാജ് എന്ന വിദ്യാർത്ഥിക്ക് സംഭവിച്ച ആ ഒരു ദുരന്തം മറ്റുള്ള അച്ഛനന്മാർക്ക് ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് KPMS ശക്തമായ പ്രതിഷേധം നടത്തുന്നത്. ഇത് പ്രതിഷേധത്തിൻ്റെ ആദ്യ ഘട്ടം മാത്രമാണ്. ഈ പ്രതിഷേധം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. യൂണിയൻ പ്രസിഡന്റ് AT സന്തോഷ് അധ്യക്ഷനായി. യൂണിയൻ ഭാരവാഹികളായ SP മണി, ഹരിദാസ് പുളിക്കൽ എന്നിവർ സംസാരിച്ചു. ചൊവ്വൂർ പത്തനാപുരം ക്ഷേത്രത്തിൽ സാംസ്കാരിക സമ്മേളനവും വിഷു കിറ്റ് വിതരണവും നടത്തി. വാർഷികത്തിന്റെ ഭാഗമായുള്ളതാണ് വിഷു കിറ്റ് വിതരണവും സാംസ്കാരിക സമ്മേളനവും. പ്രദേശത്ത് മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൽ ക്ഷേത്രം മാതൃകയായി തുടരുന്നതാണ് വാർഷിക പരിപാടി. RSS ജില്ലാ സംഘചാലക് ബാലഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷനായി. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി പ്രജിത്ത്, കമ്മിറ്റി അംഗങ്ങളായ പ്രേംകുമാർ, രതീഷ്, ക്ഷേത്രത്തിൽ സജീവ സാന്നിധ്യമായ AR ജോസ് എന്നിവർ സംസാരിച്ചു. ആറാട്ടുപുഴയിൽ നിയന്ത്രണം വിട്ട ഓട്ടോ തലകീഴായി മറിഞ്ഞ് അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരിക്കും പരിക്ക്. ആറാട്ടുപുഴ ക്ഷേത്രത്തിന് സമീപം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 അപകടം. ഓടിക്കൊണ്ടിരിക്കെ നിയന്ത്രണം വിട്ട ഓട്ടോ തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ ആറാട്ടുപുഴ സ്വദേശി ചേനങ്ങാത്ത് വീട്ടിൽ അജി, യാത്രക്കാരിയായ ആറാട്ടുപുഴ ആപറമ്പിൽ വീട്ടിൽ മായാസുനിൽ എന്നിവർക്ക് പരിക്കേറ്റു. ഇരുവരെയും ഹെൽപ്പ് കെയർ ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത പാലിയേക്കരയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ചുമറിഞ്ഞ് അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലിയേക്കര മണലി പാലത്തിന് സമീപം തിങ്കളാഴ്ച രാവിലെയായിരുന്നു അപകടം. കൊടകര സ്വദേശി ഷമ്മി ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയോട് ചേർന്നുള്ള ഫാസ്റ്റ് ടാഗ് റീചാർജ് ബൂത്തിനരികിൽ മറ്റൊരു കാർ നിർത്തിയിട്ടിരുന്നു. കല്ലൂർ നായരങ്ങാടി സ്വദേശിയുടേതായിരുന്നു നിർത്തിയിട്ട കാർ. ഈ കാറിൽ കൊടകര സ്വദേശി ഷമ്മി ഓടിച്ചിരുന്ന കാർ ഇടിക്കുകയും തുടർന്ന് നിയന്ത്രണം വിട്ട് മറിയുകയുമായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ സമയം ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കിയത്. തൃപ്രയാറിൽ ആറാട്ടുപുഴ പൂരം പുറപ്പാടിന്റെ ഭാഗമായി സ്ഥാപിച്ച കവാടം, ദീപസ്തംഭം എന്നിവയിൽ ചെളിയെറിഞ്ഞ സംഭവത്തിൽ പ്രതിഷേധം. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയാണ് സംഭവത്തിൽ പ്രതിഷേധിച്ചത്.
തൃപ്രയാർ കിഴക്കേനടയിലെ സരയൂ പാർക്ക് പ്രദേശത്താണ് തൃപ്രയാർ തേവരുടെ കവാടവും ദീപസ്തംഭവും ഉള്ളത്. ഇതിലാണ് സാമൂഹ്യവിരുദ്ധർ കഴിഞ്ഞ ദിവസം ചെളിയെറിഞ്ഞത്. സരയൂ പാർക്ക് പ്രദേശത്ത് സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് കോൺഗ്രസ് താന്നി മണ്ഡലം പ്രസിഡന്റ് ആന്റോ തൊറയൻ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കണം. സംഭവത്തിൽ സാമൂഹ്യവിരുദ്ധർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ആന്റോ തൊറയൻ പറഞ്ഞു. തൃപ്രയാർ കിഴക്കേനട പൂരം പുറപ്പാടിനോടനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്ന തേവരുടെ കവാടത്തിലും ദീപസ്തംഭത്തിലും ചെളിവാരി തേച്ച സംഭവത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക. ഈ സരയൂതീരം എന്ന സ്ഥലത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇത്തരണത്തിൽ വിശദമായി കരുതുന്ന അല്ലെങ്കിൽ തേവരുടെ പുറപ്പാടിറങ്ങുന്ന വളരെ ഭക്തി നിർഭരമായ സ്ഥലത്ത് ഈ ദീപസ്തംഭത്തുമ്മലും ആ കവാടത്തുമ്മലൊക്കെ തന്നെ ഈ ചെളിവാരി എറിഞ്ഞവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് അവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത് ഒട്ടനവധി യുവാക്കളും അതുപോലെ തന്നെ മറ്റുള്ളവരും ഈ പാർക്കുമായി ബന്ധപ്പെട്ടും ഈ പുഴയുമായി ബന്ധപ്പെട്ടുമൊക്കെ അവിടെ എല്ലാ ദിവസവും വന്നു പോകുന്നൊരു രീതിയുണ്ട്. അപ്പോൾ ഇതിനെ ഇത്തരം പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി ആ പ്രദേശത്ത് CCTV സ്ഥാപിക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. CCTV സ്ഥാപിച്ചാൽ നമുക്ക് ആ പ്രദേശത്തുള്ള ഒട്ടനവധി നമുക്കറിയാം പല മേഖലകളിലും പഞ്ചായത്തിൻ്റെ വഴികളിലൊക്കെ തന്നെ ഈ CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരണത്തിൽ സാമൂഹിക വിരുദ്ധ ശല്യം തടയണമെങ്കിൽ ആ പ്രദേശത്ത് CCTVയുടെ ആവശ്യം അത്യാവശ്യമായിരിക്കാം. അതുപോലെ തന്നെ പോലീസിൻ്റെ സാന്നിധ്യവും അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം ആ പ്രദേശത്ത് ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഈ പാർക്കുമായി ബന്ധപ്പെട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പുഴയോരത്തും ഈ തേവരെ വണങ്ങുന്നതിനുമായിട്ട് ഒട്ടനവധി പേര് അവിടെ ഇപ്പോൾ ഈ കരയിൽ നിന്ന് വണങ്ങുന്നതിന് വേണ്ടി ഒട്ടനവധി പേര് വന്നു പോകും. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഈ മാസം 14 വരെയുള്ള ദിവസങ്ങളിൽ 10 ജില്ലകളിൽ കൂടിയ താപനില തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ്, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലാണ് താപനില ഉയരുക. ഈ മാസം 14 വരെ 10 ജില്ലകളിൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായ കന്നി വോട്ടർമാർക്കായി മധുര വിതരണം. കയ്പമംഗലം ചെളിങ്ങാട് മണ്ണുമൽ ഗ്രാമമാണ് കന്നി വോട്ടർമാർക്ക് മധുരം സമ്മാനിച്ചത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കയ്പമംഗലം പഞ്ചായത്ത് മണ്ണുങ്ങൽ വാർഡിലെ കന്നി വോട്ടർമാർക്ക് മധുരം പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കന്നി വോട്ടർമാർക്ക് ഹൽവ നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. തുടർന്ന് വാർഡ് മെമ്പർ സൈനുദ്ദീൻ, വാർഡ് വികസന സമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് മധുരം വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ അനസ് മധുര വിതരണം ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം PM സൈനുദ്ദീൻ, വികസന സമിതി അംഗങ്ങളായ TA അഹമ്മദ്, നൂറുദ്ദീൻ, അനസ്കായി, റസൽ, ഷംസുദ്ദീൻ, ഷറഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. വാർഡിലെ 50ഓളം കന്നി വോട്ടർമാർക്കാണ് മധുരം നൽകിയത്. കീഴ്പുള്ളിക്കരയിൽ മാനസികാസ്വാസ്ഥ്യമുള്ള വൃദ്ധന് നേരെ ആൾക്കൂട്ടാക്രമണം നടന്നതായി പരാതി. താന്യം പഞ്ചായത്ത് അംഗമായിരുന്നു ആക്രമണം നയിച്ചതെന്നും ആരോപണം. ആക്രമണത്തിന് വിധേയനായ കിഴുപ്പുള്ളിക്കര സ്വദേശി ചെമ്മാപ്പുള്ളി വീട്ടിൽ അജയന് നേരെയാണ് ആൾക്കൂട്ട ആക്രമണം നടന്നതായി പറയുന്നത്. വൃദ്ധന്റെ ബന്ധുക്കളാണ് മർദ്ദനമേറ്റ സംഭവം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. താന്യം പഞ്ചായത്ത് 11ാം വാർഡ് അംഗം മിനി ജോസാണ് വയോധികനെ മർദ്ദിക്കാൻ നേതൃത്വം നൽകിയതെന്ന് മർദ്ദനമേറ്റ അജയന്റെ ബന്ധുക്കൾ പറയുന്നു. മാനസികാസ്വാസ്ഥ്യമുള്ള വൃദ്ധനെ കൂട്ടം ചേർന്ന് മർദ്ദിച്ച് അവശനാക്കുകയും വീട് തകർക്കുകയും ചെയ്തതായും ബന്ധുക്കൾ ആരോപിച്ചു. സംഭവത്തിൽ അന്തിക്കാട് പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. സ്ത്രീകൾ ഉൾപ്പെടെ 12ഓളം വരുന്ന സംഘമാണ് ആക്രമിച്ചതെന്ന് അജയന്റെ സഹോദരിമാരായ തങ്കമണി, സരസ്വതി എന്നിവർ പറഞ്ഞു. ഇക്കഴിഞ്ഞ മാർച്ച് 30 രാത്രി 9 മണിയോടെയാണ് സംഭവമുണ്ടായത്. അജയൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഭാര്യ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു. മകളും ഓട്ടിസം ബാധിച്ച മകനും എറണാകുളത്ത് അമ്മ വീട്ടിലാണ് താമസം. ഭാര്യയുടെ മരണശേഷം അജയൻ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. അജയൻ ഈയിടെ കിഴുപ്പിള്ളിക്കര പ്രദേശത്ത് ചില വാഹനങ്ങളും ക്ഷേത്രം ഭണ്ഡാരവും തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളും വാർഡ് മെമ്പറുടെ ഭർത്താവ് നടത്തുന്ന കടയിൽ അക്രമവും നടത്തിയ സംഭവത്തിൽ
സംഭവത്തിൽ അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ മാനസിക രോഗിക്കെതിരെ നടപടിയെടുക്കാനാകില്ലെന്നായിരുന്നു പോലീസ് നിലപാട്. ഇതേ തുടർന്നായിരുന്നു ആൾക്കൂട്ട ആക്രമണം. സംഭവത്തിൽ കഴിഞ്ഞ 4-ന് അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും തുടർ നടപടിയെടുക്കാതെ പോലീസ് പരാതി നിർബന്ധിച്ച് പിൻവലിപ്പിച്ചതായും ബന്ധുക്കൾ ആരോപിച്ചു. സംഭവത്തിൽ അടുത്ത ദിവസം SP, മനുഷ്യാവകാശ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അജയന്റെ ബന്ധുക്കളായ സജീവൻ, ചെമ്മാപ്പുള്ളി, കമലം ശ്രീകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കല്ലൂരിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് വൈദ്യുതി പോസ്റ്റ് തകർന്നു. കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കല്ലൂർ പാലയ്ക്കപ്പറമ്പിൽ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ഈരാറ്റുപേട്ട സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ വൈദ്യുത പോസ്റ്റിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുത പോസ്റ്റ് 2ആയി ഒടിഞ്ഞു. ഇതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. അപകടത്തിൽപ്പെട്ട കാറും ഭാഗികമായി തകർന്നു. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകട വിവരമറിഞ്ഞ് KSEB പുതുക്കാട് സെക്ഷനിലെ ജീവനക്കാരെത്തി തകർന്ന പോസ്റ്റ് മാറ്റി വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,975 രൂപ, പവന് 1,11,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധവുമായി KPMS തൃശൂർ യൂണിയൻ. യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ റാലി നടത്തി. ചൊവ്വൂർ പത്തനാപുരം ക്ഷേത്രത്തിൽ സാംസ്കാരിക സമ്മേളനവും വിഷു കിറ്റ് വിതരണവും നടത്തി. വാർഷികത്തിന്റെ ഭാഗമായുള്ളതാണ് വിഷു കിറ്റ് വിതരണവും സാംസ്കാരിക സമ്മേളനവും. ആറാട്ടുപുഴയിൽ നിയന്ത്രണം വിട്ട ഓട്ടോ തലകീഴായി മറിഞ്ഞ് അപകടം. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരിക്കും പരിക്ക്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.